ഹലോ ഹായ്. ഇന്ന് സൺഡേ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ സൺഡേ സ്പെഷ്യൽ ഒരുപാട് സാധനങ്ങൾ കേട്ടോ. ഇവിടെ എന്ന് പറഞ്ഞാൽ സൺഡേ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വിശേഷമായ ദിവസമാണ് കേട്ടോ സൺഡേ എന്ന് പറയുന്നത്. ഞങ്ങളുടെ നാട്ടിലൊന്നും സൺഡേ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു വിശേഷമോ ഒരു കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച ദിവസങ്ങളിലാണ് പൈസ പൊട്ടിക്കുന്ന ദിവസം കേട്ടോ. ഒരുപാട് മാർക്കറ്റിൽ പോയാലറിയാം എത്രങ്ങാനും ഫാമിലികൾ എന്നറിയാം എന്തൊരു തിരക്കാണെന്ന് അറിയോ. ഭയങ്കര തിരക്കാണ് കേട്ടോ. ഇപ്പം ഞങ്ങൾ തന്നെ അധികം ഞായറാഴ്ച ഞങ്ങൾ മാർക്കറ്റിൽ പോയി എല്ലാ ഐറ്റംസും വാങ്ങാറ്. ഇന്ന് ഞങ്ങൾ പോയിട്ട് ഇന്ന് ഞങ്ങൾക്ക് ഒരുപാട് പൊട്ടി കിട്ടില്ല മക്കളെ. അപ്പോൾ ഓരോരോ സാധനം വാങ്ങാനും ഓരോരോ മാർക്കറ്റാണ് കേട്ടോ. ഇവിടെ ഈ മാർക്കറ്റിൽ പോയിട്ട് ഇഞ്ചി വെളുത്തുള്ളി അത് ഇതൊക്കെ വാങ്ങി. പിന്നെ മീൻ മാർക്കറ്റിൽ പോയി അവിടുന്ന് മീന് കുറേ അല്ലറ ചില്ലറ കുറേ സാധനങ്ങൾ ഇങ്ങനെ തട്ടിപ്പ് കുടിച്ച് പോയാൽ എല്ലാ ഐറ്റംസും ഉണ്ടാവും. അപ്പോൾ സൺഡേ സ്പെഷ്യൽ നല്ല ചൂരയാണ് കേട്ടോ. നല്ല ചൂര കിട്ടിയത് നല്ല റേറ്റ് കമ്മിയുണ്ട് കേട്ടോ. എന്താ മാല സീസൺ അല്ലേ, അപ്പോൾ ഭയങ്കര റേറ്റ് കമ്മിയുണ്ട്. അങ്ങനെ കുറേ ഫ്രൂട്ട്സുകൾ ഇക്കാൻ്റെ കടയിൽ നിന്ന് കുറച്ച് ഫ്രൂട്ട്സുകളൊക്കെ എടുത്തുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. എന്ത് ജലദോഷം തൊണ്ടവേദന ഉണ്ടായാലും വേണ്ടില്ല, ഫ്രൂട്ട്സുകൾ ഞങ്ങളെ വീട്ടിൽ എപ്പോഴും വേണം കേട്ടോ. അങ്ങനെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് ഐറ്റംസ് ഇവനെ ഞാൻ എപ്പോൾ കണ്ടാലും വാങ്ങും കേട്ടോ. പക്ഷേ എപ്പോൾ കണ്ടാലും മേടിച്ചാലും ഇവന് ശരിയല്ല കേട്ടോ. ആൾ ശരിയല്ല. ഇവിടുത്തെ ഈ ആൾ ശരിയല്ല. ഞാൻ ഒരുപാട് തവണ മേടിച്ച് വെച്ച് നോക്കി, ഒന്നും ശരിയായിട്ടില്ല കേട്ടോ. അത് നമ്മൾ നാട്ടിൻപുറത്ത് അങ്ങനെ ഞാൻ ജ്യൂസ് കുടിച്ചിട്ട് എനർജിയൊക്കെ ആയിട്ട് അങ്ങനെ നമുക്ക് കുക്കിങ് ചെയ്യാൻ പോവാം കേട്ടോ. അപ്പോൾ കുക്കിങ് ചെയ്യുമ്പോൾ തുടക്കത്തിൽ തന്നെ നമുക്ക് മധുരം കഴിച്ച് കുക്കിങ് ചെയ്യാം കേട്ടോ. എൻ്റെ പൊന്നു കൊണ്ടുവന്നേണ്, പുറത്ത് പോയിട്ട് പൊന്നു കൊണ്ടുവന്നേണ് മഞ്ച് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു, അത് കഴിച്ചു. അങ്ങനെ ഞാൻ മീൻ കറി വെക്കാണ് കേട്ടോ. തേങ്ങ അരക്കാത്ത മീൻ കറി വെക്കാണ്. തേങ്ങക്ക് ഭയങ്കര റേറ്റ്. അപ്പോൾ തേങ്ങ അരക്കാത്ത മീൻ കറി വെക്കുക പറഞ്ഞിട്ട് അങ്ങനെ വെക്കാൻ കേട്ടോ. അപ്പം അങ്ങനെ മീൻ കറി സെറ്റാകാനൊരു പടപടാന്നൊരു പൊരിച്ചിലാണ് കേട്ടോ. അങ്ങനെ മീൻ കറി സെറ്റായി മക്കളെ. ഇനി ചോറ് കഴിക്കട്ടെ ഞാൻ കേട്ടോ. അപ്പം ഉപ്പേരി കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഞങ്ങൾക്ക് മീനും ഇറച്ചിയും വാങ്ങണമെന്ന് ഉപ്പേരിയും കാര്യങ്ങളും വെജിറ്റബിൾ അല്ലേലേ ഈ വീട്ടിൽ തീരെ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ സ്കൂൾക്ക് കൊണ്ടുപോകാൻ വേണ്ടി രാവിലെ അങ്ങനെ മോർണിംഗിൽ വെക്കാന്നല്ലാതെ വീട്ടിൽ ഉപ്പേരികളൊന്നും ആരും കഴിക്കില്ല. അങ്ങനെ ചോറും അച്ചാറും അതേമാതിരി എൻ്റെ മീനും ഒരു പിടി പിടിച്ചു കേട്ടോ. സൺഡേ സ്പെഷ്യലാണ് കേട്ടോ. ഞങ്ങൾക്ക് എന്നും സൺഡേ സ്പെഷ്യൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. ഇതൊരു വല്ലാത്തൊരു ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഞാനും എൻ്റെ സ്വത്തും ഒക്കെ ചോറൊക്കെ കഴിച്ച് ഞങ്ങൾ കപ്പ വേവിച്ച് നോക്കിട്ടോ. കപ്പ വേവിച്ച് നോക്കി എൻ്റെ പൊന്നെ, കപ്പ ഒരു വസ്തുവിനാവുക. എന്നാലും കാശ് മുടക്കിയതല്ലേന്ന് പറഞ്ഞങ്ങാണ്ട് ഞാൻ അങ്ങനെ കുറച്ച് എടുത്തുങ്ങാണ്ട് കഴിക്കാനേ അതെടുത്തു. കപ്പ നോക്ക് കുഴച്ച് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. എത്ര അമത്തിയാലും അങ്ങോട്ട് അമരണില്ല കേട്ടോ. കപ്പ കുഴക്കാനൊന്നും പറ്റുന്നില്ല എൻ്റെ പൊന്നെ. ഞാൻ എപ്പോൾ നോക്കുമ്പോഴും കപ്പയിൽ എനിക്കൊരു പണിയും കിട്ടും. ഞാനാണെങ്കിൽ ആ കപ്പ കണ്ടാൽ വിടൂലേ. എനിക്ക് കുഴച്ച് കഴിക്കാൻ വിചാരിച്ചിട്ട് മേടിച്ചതാ. ഒരു പൂതിയിൽ മേടിച്ചതാ. പക്ഷേ അത് കുഴക്കാൻ പറ്റാത്തൊരു സാധനമായി മാറി. അപ്പോൾ അങ്ങനെ അതും കഴിച്ചങ്ങാണ്ട് അങ്ങനെ 4 മണിക്ക് അങ്ങനെ ഒരു കട്ടനും ഇതും അടിച്ചങ്ങാണ്ട് ഞങ്ങൾ പോവാണ് കേട്ടോ. അങ്ങനെ വൈകുന്നേരമായിട്ടോ. കുറച്ച് നേരം അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ പുറത്തൊന്ന് ഇറങ്ങി. പുറത്ത് ഭയങ്കര മഞ്ഞാണ് കേട്ടോ. നല്ല തണുപ്പുണ്ട്, കൂളിങ്ങുണ്ട്. എന്നാലും എൻ്റെ സ്വത്തുവിനെ ആഴ്ചക്കൊന്ന് പാർക്കിൽ കൊണ്ടുപോയിട്ട് അവൻ്റെ പ്ലേയിൽ അവനൊന്ന് കളിക്കണം. അപ്പം തന്നെ അവനക്കൊരു ഉഷാറുണ്ടാവുള്ളൂ. അപ്പോൾ അത് കാരണം ഞങ്ങൾ പാർക്കിലോട്ട് പോയിട്ടോ. ചെറിയ പാർക്കിലോട്ടാണ് പോയത്. ഇന്ന് വലിയ പാർക്കിലോട്ട് പോയില്ല കേട്ടോ. ഭയങ്കര ടയേർഡ്, പനി പിടിച്ച അവിടെ നിന്ന് ഇങ്ങോട്ട് ഭയങ്കര ടയേർഡ് കേട്ടോ. സംസാരിക്കാനും നടക്കാനും ഇരിക്കാനും ഒന്നിനും ഭയങ്കര ടയേർഡ്. ഒരു മൂടി പിടിച്ചൊരു കാലാവസ്ഥയും ഒക്കെപ്പാടെ കൂടിയിട്ട് എന്തൊക്കെ മാതിരി കേട്ടോ. അപ്പോൾ അങ്ങനെ പാർക്കിൽ കുറേ കുട്ടീനെ കളിപ്പിച്ചു. കുട്ടിക്ക് ഏതായാലും എനർജിയൊക്കെ കിട്ടണ്ടേ. നമ്മളിങ്ങനെ മൂടി പൊഴിച്ച് ഇരുന്നിട്ട് കുട്ടിക്കും എനർജി കിട്ടാൻ അങ്ങനെ ഇരിക്കണ്ടേ. അപ്പോൾ കുട്ടീനെ അങ്ങനെ കൊണ്ടുപോയി അങ്ങനെ പാർക്കിലൊക്കെ കഴിച്ച് അങ്ങനെ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ അങ്ങനെ ഞങ്ങൾ ക്രിസ്മസ് അപ്പൂപ്പനെയും കണ്ട് ഒരു ടാറ്റാ ബൈ ഒക്കെ കൊടുത്ത് ഞങ്ങൾ വീട്ടിലോട്ട് വന്നു കേട്ടോ. ക്രിസ്മസ് അപ്പൂപ്പൻ ഞങ്ങളെ കണ്ടത് ഭയങ്കര എനർജി കൂടിട്ടോ. അപ്പോൾ എത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ വീട്ടിലോട്ട് വരുമ്പോൾ ഒന്നും കഴിച്ചില്ല കേട്ടോ. കഴിക്കാനൊന്നും വേണ്ട. ഈ വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് പോയ കാരണം ഒരു
കഴിക്കാനൊരു രുചി തോന്നുന്നില്ല കേട്ടോ. അപ്പം അങ്ങനെ ചോക്ലേറ്റ് വാങ്ങി. അപ്പോൾ ഇത്രയുള്ള വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ ബൈ.